ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഫിലിപ്പിയ ലേഖനം 3-4 അധ്യായങ്ങളിൽ നൽകിയിരിക്കുന്ന ക്രിസ്തീയ രക്ഷാമാർഗത്തിൻ്റെ പൗലോസിൻ്റെ മാതൃക ക്രിസ്തുവുമായുള്ള നിരന്തര ഐക്യത്തിൽ ജീവിക്കുക എന്നതാണ്. സ്വന്തം കഴിവുകളിലോ മനുഷ്യരിലുള്ള പരാശ്രയമോ ഉണ്ടാകാതെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അനുദിനം അവനിലേക്ക് വളരുകയും ചെയ്യുന്ന ഒരു തീർത്ഥാടനമായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതം. ഫിലിപ്പിയരെ ഏറ്റവും ഹൃദയംഗമായി അഭിവാദനം ചെയ്യുവാൻ പൗലോസ് അപ്പോസ്തലൻ അവരെ എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ എന്ന് വിളിക്കുന്നു. ജ്ഞാനവാദങ്ങളിൽ എന്ന പോലെ സ്പോർട്സിലും തൽപരരായിരുന്ന ഗ്രീക്കുകാരുടെ ഇടയിൽ കളികളിൽ വിജയിക്കുന്നവരെ ബഹുമാനിച്ചിരുന്നത് ഒലിവിൻ്റെയോ പൈൻമരത്തിൻ്റെയോ ഇലകൾ തുന്നിച്ചേർത്ത കിരീടം അഥവാ സ്തേഫാനോസ് അണിയിച്ചാണ്. സ്തേഫാനോസ് എന്ന വാക്കിന് കിരീടം എന്നാണ് അർത്ഥം. വിരുന്നിൽ വിളിക്കപ്പെടുന്ന വിശിഷ്ടാതിഥിയുടെ തലയിലും ബഹുമാന സൂചകമായി ഇത് അവർ അണിയിച്ചിരുന്നു. സുവിശേഷ ദൗത്യത്തിൽ അപ്പോസ്തലനെ ഹൃദയംഗമായി സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും തൃപ്തിപ്പെടുത്തുകയും ചെയ്ത ഫിലിപ്പിയരെ എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ എന്ന ഗ്രീക്ക് സംസ്കാരത്തിലെ ശ്രേഷ്ഠമായ രീതിയും വാക്കും ഉപയോഗിച്ച് അപ്പോസ്തലൻ സംബോധന ചെയ്തിരിക്കുന്നത്. വാക്കുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതെ നമ്മുടെ വാക്കും അതുപോലെ മധുരമുള്ളതും ശ്രേഷ്ഠമായുള്ളതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന യുവോദ്യയെയും സന്തുകയെയും എന്നത് അപ്പോസ്തലനെ മക്കോദോന്യ സുവിശേഷഘോഷണത്തിൽ സഹായിച്ചതും അപ്പോസ്തല പ്രവർത്തികൾ 17-4-12 പറയുന്ന മാന്യരായ യവന സ്ത്രീകളിൽപ്പെട്ടവർ ആയിരുന്നു. അവരോട് കർത്താവിൽ ഏകചിന്തയോടെ ഇരിപ്പാനും ഉള്ള ഉപദേശവും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ സഭയിലെല്ലാവരും ഒന്നായിരിക്കുന്നത് പോലെ തന്നെ വ്യക്തികൾ പരസ്പരം വൈരാഗ്യവും വിദ്വേഷവും വെച്ചു പുലർത്താതെ ഒന്നായിരിക്കണമെന്നിവിടെ നിഷ്കർഷിക്കുന്നു. ഇതിലൂടെ കർത്താവിൽ ഏകചിന്തയോടുകൂടി ഇരിക്കുക എന്ന യേശുവിലുള്ള ഒരു ജീവിതക്രമം തന്നെ വിശ്വാസികൾക്ക് സുവിശേഷീകരണത്തിൻ്റെ ഭാഗമായി അപ്പോസ്തലൻ ഈ ഭാഗത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു. മക്കദോന്യ സുവിശേഷ ഘോഷണത്തിൽ സഹായിച്ച മാന്യ യവന സ്ത്രീകളായിരുന്നവരുടെ ഇടയിൽ അന്ന് പരസ്പരമുള്ള വൈരാഗ്യവും വിദ്വേഷവും ഉണ്ടായെങ്കിൽ വിശ്വാസികളായ നമ്മിലും അവ ഇന്നും അത്തരം സ്വഭാവമുണ്ടെങ്കിൽ അവ വെടിഞ്ഞ് കർത്താവിൽ ഏകചിന്തയോടുകൂടി ഇരിപ്പാൻ ഈ ഭാഗത്തൂടെ നമ്മോടും വേദഭാഗം ഉപദേശിക്കുന്നു. കലഹം പിശാചിൻ്റേതാണല്ലോ, നാമോ ക്രിസ്തുവിൻ്റേതല്ലേ? അപ്പോൾ ക്രിസ്തീയ സ്വഭാവം നമ്മിൽ പ്രതിഫലിക്കണ്ടേ? ദൈവനാമം നമ്മിൽ കൂടി മഹത്വപ്പെടട്ടെ. ആമീൻ.